ഈ കുട്ടിയുടെ പിതാവ് സൂര്യദേവ് കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. നിർഭൻ, ദയവായി തുടരൂ. സൂര്യദേവ്, വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് താങ്കളുടെ മകനെ ഏറ്റ മർദ്ദനം. അത് താങ്കളുടെ മകനേറ്റ മർദ്ദനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തുനിന്ന്. കാരണം വളരെ മർമ്മസ്ഥാനത്തൊക്കെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. സൂര്യദേവ്, വളരെ ക്രൂരമായിട്ടാണ് അവർ മർദ്ദിച്ചിരിക്കുന്നത്. അത് ഒരു ആളിനെ, ഒരു വ്യക്തിയെ കൂട്ടം കൂടി അടിക്കുക എന്ന് പറയുമ്പോഴത്തന്നെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ശോചനീയമായ ഒരു കാര്യമല്ലേ. അവരുടെ ഭാഗത്തു നിന്ന് ആ കോളേജിലെ ഉള്ള കുട്ടികള്, സീനിയർ ആയിട്ടുള്ളവര് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഈ കുട്ടി, എന്റെ മകൻ അവിടെ അഡ്മിഷൻ ചെന്നതിന് ശേഷം അവർ പല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം മർദ്ദിച്ചിട്ടുണ്ട്. ആ മർദ്ദിച്ച അന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് മറച്ചു വെച്ചത്. ഭീഷണിപ്പെടുത്തിയ കാര്യം, ഇത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കാലും കൈ ഓടിക്കും, നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവരുടെ ഒരു സ്ഥിരം പരിപാടി, മർദ്ദിച്ചിട്ട് ആ ആളിനെ വിളിച്ചു കൊണ്ടുവന്ന് ലാബിൽ കയറ്റിയിരുത്തും. ലാബിൽ കയറ്റിയിരുത്തി കഴിഞ്ഞിട്ട് സോറിയൊക്കെ പറഞ്ഞ്, ഇതൊന്നും നീ ഒരു ആണല്ലേ, നീ ഇത് അങ്ങനെ കരയാമോ, ഡീസന്റ് ആയിട്ട് നിൽക്കണ്ടേ, ഇത് പുറത്തൊന്നും പറയരുത്, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവണത അവിടെ തുടർന്നു വന്നുകൊണ്ടിരുന്നു. ഇപ്പം ഈ വിഷയമൊക്കെ ഉണ്ടായതിനു ശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം ശരിയായ രീതിയിൽ ഓർമ്മ പോലും വരുന്നില്ല അവന്. അത്രയ്ക്ക് ക്രൂരമായിട്ട് മർദ്ദിച്ചേക്കുന്നു. അപ്പൊ ഓരോ ഓർമ്മ വരുന്നതനുസരിച്ച് നമ്മളോട് പറയുകയാണ്. ഇപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ ആദ്യം ചെന്ന സമയത്ത് എന്നോട് ജട്ടി മാത്രം ഇട്ടുകൊണ്ട് അവിടെ നടത്തിയിട്ടുണ്ട്, അവിടെ പുല്ല് വെട്ടിച്ചിട്ടുണ്ട്, അതിനുശേഷം അവനെ മർദ്ദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഇതേപോലെ തന്നെ ഒരു സംഭവത്തിൽ വളരെ ഭയങ്കരമായിട്ട് അവനെ മർദ്ദിച്ചിട്ട് ലാബിൽ കൊണ്ടുവരുത്തി പറഞ്ഞു, ഇത് പുറത്തൊന്നും പറയരുത്, പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് വിട്ടത്. അതും വീട്ടിൽ പറഞ്ഞില്ല. അത് ഇപ്പോഴാണത് വെളിയിൽ വരുന്നത്. അതിനോട് തുടർന്നാണ് ഇപ്പോഴേത് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവര് ബ്ലഡ് ബാങ്ക് നടത്തുക എന്ന് പറയുന്നത് ബ്ലഡ് എടുത്ത്, കുട്ടികളുടെ ബ്ലഡ് എടുത്ത് വിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേന് പറഞ്ഞു 2 മാസമായി. ഇവിടെ ഒരു റെസിഡൻസി അസോസിയേഷന്റെ പേരിൽ 2 മാസത്തിനോളമായി ഒരു ബ്ലഡ് കൊടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവര് വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, 2 മാസം മുമ്പ് മറ്റൊരിടത്ത് കൊടുത്തു എന്ന് പറഞ്ഞതിനാണ് ഈ മർദ്ദനം അല്ലേ? മർദ്ദനവ്. നീ തടിയനല്ലേ, നിനക്ക് കൊടുത്താൽ എന്താ കുഴപ്പം, നീ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് കൊടുക്കടാന്നും പറഞ്ഞുകൊണ്ടാണ് അടിച്ചത്. അപ്പം ഈ ഇത്രയും എന്ന് പറഞ്ഞ് ഈ പ്രാവശ്യം മർദ്ദിച്ചതെന്ന് പറഞ്ഞാൽ ആ കോളേജിലുള്ള സർവ്വ കുട്ടികളും കാണുകയാണ് ചെയ്തത്. അവിടുത്തെ അധ്യാപകരും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരത്രയും പേര് കണ്ടിട്ടും ആ സംഭവം ചെയ്തു. ഇത് ശരിക്കും റാഗിങ് ആണ്. അപ്പൊ റാഗിങ്ങിന്റെ അകത്ത് തന്നെയാണ് ഈ സംഭവം വരുന്നത്. റാഗിങ്ങിലൂടെയാണ് അവിടെ ചെയ്യുന്നത്. അവിടുത്തെ റാഗിങ് വളരെ വലുതായിരുന്നു. അവിടുത്തെ ചരിത്രം നമ്മൾ പഠിച്ച സമയത്ത്, ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത്, ഇതിനു മുമ്പും പല കുട്ടികളെയും അവർ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള പല കുട്ടികളെ അവർ മർദ്ദിച്ചിട്ട് ആക്കിയിരുന്നു, വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. അപ്പം ഇതേപോലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പല കോളേജുകളിലും ഇതുപോലുള്ള സംഭവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ സാധ്യതയില്ലെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇങ്ങനല്ല, അവിടെയും നടക്കുന്നുണ്ട്. ഈ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഈ ഇതിൽ പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മർദ്ദിച്ച 4 പേരും പിന്നെ കുറച്ചു പേരും കൂടെ കൂടിയാണ് മർദ്ദിച്ചത്. രാഷ്ട്രീയമുണ്ടോ? ഒരു രാഷ്ട്രീയവും ഇല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് നമ്മുടെ വീട്ടിലോ ഞങ്ങൾക്കോ ആർക്കും ഒരു പ്രത്യേക രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിലും പോകാൻ പാടില്ല. അത് പോട്ടെ. അതായത് ഈ മകനെ മർദ്ദിച്ച വിവരം അവൻ അന്ന് തന്നെ വന്ന് പറയുകയായിരുന്നോ വീട്ടിൽ? അന്ന് തന്നെ അവന്റെ ശാരീരിക അവസ്ഥ അന്ന് വന്ന് പറയുമ്പോൾ? അന്ന് വന്ന് പറയുന്നത്, ഈ മർദ്ദിച്ചതിന് ശേഷം ഇവര് തന്നെ വിളിച്ചോണ്ട് പോയിട്ട് മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവന് ബോധം വീണത്. ആ ബോധം വീണതിന് ശേഷം അവൻ പതുക്കെ ഇറങ്ങി റോഡ് സൈഡ് നിൽക്കും.